എല്ലാവർക്കും സ്വാഗതം. രാവിലെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം രാവിലെ തന്നെ നേരുന്നു. അപ്പം തുടരും എന്ന ചിത്രത്തിനെ സംബന്ധിച്ച് ഇന്ന് മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു വിജയത്തിൻ്റെ ദിനമാണ്. കാരണം പുതിയ പുതിയ റെക്കോർഡുകൾ ഉണ്ടാകുന്ന ദിവസമാണ്. മലയാളത്തിൽ ഇന്നേ വരെ കേരളത്തിൽ നിന്നൊരു ചിത്രം ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രമായിട്ട് തുടരും എന്ന ചിത്രം മാറുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇന്നലെ ഈ ചിത്രം നേടിയത് 3,19,00,000 രൂപയാണ്. അപ്പം പുതിയ ചിത്രങ്ങളൊക്കെ വരുമ്പോഴത്തേന് തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ കുറയുമെന്നൊക്കെ ഉള്ളൊരു ധാരണ പൊതുവെ ഉണ്ടായിരുന്നു. അതൊക്കെ ചുമ്മാതാണ് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. നമ്മളും അന്ന് തന്നെ പറഞ്ഞിരുന്നു. കാരണം പുതിയ ചിത്രങ്ങളുടെ വരവൊന്നും തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷനെ ബാധിക്കത്തില്ല. കാരണം തിയേറ്ററുകളൊന്നും മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്ക് കാശാണ് വേണ്ടത്. അപ്പം തിയേറ്റർ ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പം ഒരു കാരണവശാലും പുതിയൊരു ചിത്രം വന്നെന്ന് പറഞ്ഞിട്ട് പഴയ ചിത്രം മാറ്റിയിട്ട് ഒരു കാരണവശാലും അവർ പുതിയ ചിത്രം ഇടത്തില്ല. അതുകൊണ്ടൊക്കെ തുടരും എന്ന ചിത്രത്തിൻ്റെ തിയേറ്ററിൻ്റെ എണ്ണം കുറഞ്ഞെങ്കിലും കളക്ഷൻ്റെ കാര്യത്തിൽ വലിയ കുറവൊന്നും നേരിടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. 3,19,00,000 രൂപയാണ് ഇന്നലെ ചിത്രം നേടിയിരിക്കുന്നത്. ആധികാരികമായിട്ട് ഈ ട്രാക്കേഴ്സിൻ്റെ കണക്കും പ്രകാരമാണ് ഇത് പറയുന്നത്. എനിക്ക് പറയുന്ന കണക്കും പ്രകാരമാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പം ഏകദേശം ഇന്നലെ 3,19,00,000 കിട്ടി. അങ്ങനെ വേൾഡ് വൈഡായിട്ട് ഇത് ഇന്നലെ 5 കോടിയോളം കളക്ട് ചെയ്തിട്ടുണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 189,70,00,000 വേൾഡ് വൈഡായിട്ട് എത്തുന്നു. അതുപോലെ ഇന്ത്യ ഗ്രോഫായിട്ട് 104 കോടി 105 കോടിയിലേക്ക് എത്തുന്നു. അതുപോലെ നമ്മുടെ കേരള കളക്ഷനായിട്ട് 87 കോടിയിലേക്ക് ഇന്നലെ കൊണ്ട് കളക്ട് ചെയ്തു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അങ്ങനെ ഇന്നുകൊണ്ട് ഇത് 90 കോടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നല്ല ബുക്കിംഗ് ശനിയാഴ്ച ഇന്നലത്തെ അപേക്ഷയേക്കാൾ കൂടുതൽ ഒരു 3.5 കോടി 4 കോടി റേഞ്ചിലാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്നുകൊണ്ട് 90 കോടി കടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാളെ കൊണ്ട് ഏകദേശം 93, 94 കോടിയിലേക്ക് എത്തും. അടുത്ത ആഴ്ച 100 കോടി എത്തുന്ന ചിത്രമായിട്ട് തുടരുമെന്ന ചിത്രം കേരളത്തിൽ നിന്ന് മാത്രമായി തുടരുമെന്ന ചിത്രം മാറുന്നു. അപ്പം വേൾഡ് വൈഡായിട്ട് ഇത് 200 കോടിയിലേക്കും അടുത്ത ആഴ്ച തന്നെ കടക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ട് പറയാം. പിന്നെ ഏത് ലെവൽ വരെ പോകും എന്നുള്ളത് മാത്രമേ ഇനി നോക്കി കാണാനുള്ളൂ. മെയ് 30 വരെ വേറെ ഒരു ചിത്രവും ഞങ്ങൾ റീഡിഫിനിങ് എടുക്കത്തില്ല എന്ന് ചില തിയേറ്റർ ഉടമകൾ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് തുടരും ചിത്രത്തിൻ്റെ വിജയം. അപ്പോൾ പുതിയ ചിത്രങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പം അതിൻ്റെ കളക്ഷൻ നമുക്ക് നോക്കാം. മിക്കവാറും എല്ലാ ചിത്രങ്ങളും ചില മികച്ച പ്രതികരണങ്ങൾ നേടി തന്നെയാണ് മുന്നേറുന്നത്. പ്രേക്ഷക റിവ്യൂവർമാരെ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകളെല്ലാം 3 ചിത്രങ്ങൾക്കും ഫമ്മിഫ്രം എല്ലാം ഉണ്ടെങ്കിലും മികച്ചൊരു ചിത്രം എന്ന രീതിയിൽ തന്നെയാണ് ആസിഫലിയുടെ ചിത്രത്തെ വിലയിരുത്തുന്നത്. പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ ഇത് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ദിവസത്തെ കളക്ഷൻ കേരളത്തിൽ നിന്ന് 69 ലക്ഷത്തിലേക്ക് മാത്രമേ ഉള്ളൂ. 1 കോടി പോലും കടന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ത്യ ഗ്രോഫ് കാണിക്കുന്നത് 77 ലക്ഷമാണ്. ടിക്കറ്റ് വിൽപ്പന 24 മണിക്കൂർ കൊണ്ട് 7,100 ടിക്കറ്റ് മാത്രം വിൽക്കുന്നു. 24 മണിക്കൂർ കൊണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നലെ എനിക്ക് തെറ്റി 1 മണിക്കൂറിന് 7,100 എന്ന് പറഞ്ഞു. പിന്നെ ആ തെറ്റ് തിരുത്തേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. 24 മണിക്കൂർ കൊണ്ട് 7,100 ടിക്കറ്റ് മാത്രമേ ഈ ചിത്രത്തിൻ്റെതായി വിൽക്കുന്നുള്ളൂ. ഇന്ന് കളക്ഷൻ കൂടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പം 2 ദിവസം കൊണ്ട് ഈ ചിത്രം നേടിയത് 69 ലക്ഷമാണ്. പടക്കളം എന്ന് പറയുന്ന ചിത്രം ചിരിയുടെ പൂരം എന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ടെങ്കിലും ഈ ചിത്രവും കളക്ഷൻ്റെ കാര്യത്തിൽ വലുതായിട്ട് മുന്നേറുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ല. 2 ദിവസം കൊണ്ട് ഈ ചിത്രം നേടിയത് 68 ലക്ഷം രൂപയാണ്. ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 76 ലക്ഷം രൂപയാണ്. 1 ലക്ഷത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ 2 ചിത്രങ്ങളും തമ്മിൽ. അതുപോലെ ഇത് 24 മണിക്കൂർ കൊണ്ട് വിറ്റ് പോകുന്നത് 10,690 ടിക്കറ്റാണ് വിറ്റ് പോകുന്നത് 24 മണിക്കൂർ കൊണ്ട്. അതുപോലെ ദിലീപിൻ്റെ ചിത്രം സമ്മിശ്രമായ പ്രതികരണം നേടിയ ദിലീപ് ചിത്രം പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന ചിത്രം 1 കോടിക്ക് മുകളിൽ ഇന്നലെ കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. വേൾഡ് വൈഡായിട്ട് ഏകദേശം 1.5-2 കോടിയിലേക്ക് എത്തിയിരിക്കും എന്നും പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ ഗ്രോഫായിട്ട് ഇത് നേടിയിരിക്കുന്നത് 1,14,00,000 രൂപയാണ്.
അങ്ങനെ ദിലീപിൻ്റെ ചിത്രമാണ് പുതിയ ചിത്രങ്ങളെ അപേക്ഷിച്ച് നില മെച്ചപ്പെടുത്തിയ ഒരു ചിത്രം. 1 കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ നേടിയ ഒരു ചിത്രം അതുമാത്രമാണ്. ഏകദേശം ഇപ്പോഴും മണിക്കൂറിൽ പ്രിൻസ് ആൻഡ് ദി ഫാമിലി വിറ്റ് പോകുന്നത് 1040 ടിക്കറ്റാണ്. അപ്പം തുടരും എന്ന ചിത്രത്തിൻ്റെ ടിക്കറ്റ് വിൽപ്പന കാണുമ്പം ശനിയാഴ്ച ഒന്നും യാതൊരു രക്ഷയില്ലാത്ത ടിക്കറ്റ് വിൽപ്പനയാണ്. അതിരാവിലെ തന്നെ 5450 ടിക്കറ്റ് ബുക്ക് മൈ ഷോയിലൂടെ തുടരും എന്ന ചിത്രം ഈ 10-16 ദിവസം കഴിയുമ്പോഴത്തേക്കും വിറ്റ് പോകുന്നു എന്ന് കാണുമ്പോഴേ ഈ തുടരും ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങ് വളരെ വിപുലമാണല്ലേ. ആ ചിത്രത്തെ തോൽപ്പിക്കാൻ ഇനി എത്ര ചിത്രങ്ങൾ വന്നാലും കഴിയില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം. ഇതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഇതാണ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട രാവിലെ നമുക്ക് കിട്ടിയ വിവരങ്ങൾ. അതുപോലെ 10 മില്യൺ ഓവർസീസിൽ നിന്ന് തുടരുമെന്ന ചിത്രം കടന്നിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. എമ്പുരാന് ശേഷം തുടരും 10 മില്യൺ കളക്ഷൻ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. രാവിലെ തന്നെ ഒരു പോസ്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കേരളത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഗ്രോഫ് ഈ ചിത്രം നേടിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പോസ്റ്ററുകൾ നേരത്തെ തന്നെ അടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഉറപ്പായിട്ട് വിചാരിക്കുന്നത്. കാരണം നിർമ്മാതാക്കൾ അത്രമേൽ എന്താ പറയുന്നത്, അവർക്കൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു ഈ ചിത്രത്തെ പറ്റി. അതുതന്നെയാണ് കാണിക്കുന്നത്. കാരണം നേരത്തെ തന്നെ അവർ ചിത്രം 100 കോടി കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തു എന്ന് തന്നെ പോസ്റ്റർ അടിച്ചിറക്കിയായിരുന്നു. അത് നമ്മൾ പറഞ്ഞിരുന്നു, പരസ്യവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അത് ഇറക്കിയിരിക്കുന്നത്. എന്നാലും അവർക്ക് ഉറപ്പുണ്ട് 100 കോടി കടക്കുമെന്നുള്ളത്, നമുക്കും ഉറപ്പാണ്. അത് ഈ ആഴ്ചയല്ല, അടുത്ത ആഴ്ചത്തേക്ക് 100 കോടി കേരളത്തിൽ നിന്ന് മാറുന്ന ഒരു മലയാള ചിത്രമായി തുടരും മാറും. അപ്പം തുടരും എന്ന ചിത്രത്തിൻ്റെ ജൈത്രയാത്ര ഇവിടെ കൊണ്ട് തീരുന്നില്ല. അപ്പം പുതിയ വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. അതുവരെ ഓക്കെ, ബൈ.